താൻ കണ്ട സ്വപ്നങ്ങൾ വിവരിച്ചതാണ് യോസേഫ് ഇപ്പോൾ കാരാഗ്രഹത്തിൽ വരാൻ കാരണം. എന്നാൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സാധാരണഗതിയിൽ ആരും പിന്നെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെയുള്ളവരുടെ സ്വപ്നങ്ങൾ വിവരിക്കുകയാണ്. അനന്തരമായി താൻ രാജാവിന്റെ സ്വപ്നങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. ആ രാജാവിന്റെ സ്വപ്നങ്ങൾ വിവരിച്ചു കഴിഞ്ഞപ്പോൾ താൻ മിസ്രൈമിലെ മന്ത്രിയായി. എന്നാൽ മിസ്രൈമിലെ മന്ത്രിയായത് രാജാവിന്റെ സ്വപ്നങ്ങൾ വിവരിച്ചത് കൊണ്ടാണ്. യോസേഫിന്റെ സ്വപ്നങ്ങൾ നിവൃത്തിയാകണമെങ്കിൽ തന്റെ സഹോദരങ്ങളും അപ്പനും അമ്മയും വന്ന് തന്നെ നമസ്കരിക്കണം. അവരും വന്ന് നമസ്കരിച്ചപ്പോൾ യോസേഫിന്റെ സ്വപ്നങ്ങൾ നിവൃത്തിയായി. എന്നാൽ അവർ നമസ്കരിച്ച് അഭയം പ്രാപിച്ചപ്പോൾ നീ വലിയ ആളായി എന്നല്ല യോസേഫേ, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. എന്നാൽ ദൈവം നിന്റെ സ്വപ്നങ്ങളിൽ സമൃദ്ധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീ അവരെ പരിപാലിക്കാനായിട്ട് പോകുകയാണ്. ബാല്യത്തിൽ യോസേഫ് സ്വപ്നം കണ്ടു. യൗവനത്തിൽ യോസേഫ് സ്വപ്നങ്ങൾ വിവരിക്കാൻ തുടങ്ങി. അനന്തരം ആ സ്വപ്നങ്ങൾ അവന്റെ മേൽ നിവൃത്തിയായി. അതെ, ഇവന്റെ സ്വപ്നങ്ങൾ എന്തായി തീരും എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞവരുടെ നടുവിൽ യോസേഫിന്റെ സ്വപ്നങ്ങൾ നിവൃത്തിയായെങ്കിൽ, പ്രിയ ദൈവമേ, ദൈവം നിനക്ക് നൽകിയ സ്വപ്നങ്ങൾ നിവൃത്തിയാകാൻ പോകുകയാണ്.